നമസ്കാരം. നമുക്ക് നർക്കോ ഹണ്ടിനെ പറ്റിയുള്ള രമേശ് ചെന്നിത്തലയുടെ വിഷയത്തിലേക്ക് വരാം. വളരെ വലിയൊരു കാര്യമാണ് അദ്ദേഹം ഫസ്റ്റ് ആഭ്യന്തരമന്ത്രിയായപ്പോൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത്. എന്നാൽ നിരവധി തവണ നമ്മൾ ഈ കൊച്ചി മീഡിയയിൽ ഇൻട്രാക്ഷൻ നടത്തിയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ മയക്കുമരുന്നിൻ്റേത്. ഇത് 1950 ടിബറ്റൻ ബ്രെയിൻസിനെ യങ്സ്റ്റേഴ്സിനെ തകർക്കാൻ വേണ്ടി ചൈന കൊണ്ടുവന്ന നാർക്കോ ടെററിസമാണ്. ഇത് കേരളത്തിൽ വന്നതും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്, കലാലയ രാഷ്ട്രീയത്തിലൂടെ. നമ്മുടെ മലയാളി ബ്രെയിൻ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ടെററിസമാണ്. ഈ ടെററിസത്തിലൂടെ 2 ടൈപ്പ് ഓഫ് ടെററിസമാണ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ബോംബിംഗ് ആണ്. നരേന്ദ്രമോദി ഇവിടെ വന്നതിന് ശേഷം ബോംബിട്ട ആൾക്കാരെ കൊല്ലുന്നത് കുറഞ്ഞു. 10-20 പേര് മരിക്കും ബോംബിട്ടാൽ. പക്ഷേ ഈ രീതിയിലുള്ള ടെററിസം എന്ന് പറയുന്നത് മാസങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കാൻ പറ്റുന്ന ഒരിതാണെന്നും എല്ലാവർക്കും അറിയാം. ഈവൻ ദോ എല്ലാവരും അവെയർ ആയിട്ട് പോലും സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ. ഇവിടെ കൊച്ചിയിലെ വലിയ ശക്തമായിട്ടുള്ള ഡ്രഗ് മാഫിയക്കെതിരെയുള്ള രീതിയിൽ പോലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ ഡ്രഗ് ഹണ്ട് നടന്നത് ബാംഗ്ലൂരിൽ നിന്നും ഞാനും അവിടുത്തെ പോലീസ് ഓഫീസേഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഡ്രഗ് ഹണ്ടിൻ്റെ ഭാഗമായിട്ട് പിണറായി സർക്കാർ ഇവിടെ നടത്തിയ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിരുന്നു. 8000 ചില്ലുമാനം പേരെ അറസ്റ്റ് ചെയ്തു, ഒരുപാട് സോഴ്സ് എടുത്തു. പക്ഷേ ഈവൻ ദോ അതിനുശേഷം വീണ്ടും ഇത് തന്നെ പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ട് എന്താണ് UDF സർക്കാരിന് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഐ ആം ഗോയിങ് ടു ഷെയർ യു സം റെലവൻറ്റ് ഡീറ്റെയിൽസ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഈ കൊച്ചിയിൽ തന്നെ മുളകിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഹോട്ടൽ, 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന പേര്, BJP ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി, അയാളുടെ പേരിൽ ഇവിടെ ലോക്നാഥ് ബെഹ്റ ACP ആയിരുന്നിട്ട് DGP ആയിരുന്ന സമയം വരെ ഫയലുകൾ പോയപ്പോൾ എല്ലാം അറിഞ്ഞതാണ്. ലോക്നാഥ് ബെഹ്റയെ കാണാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഈ ലഹരി മാഫിയക്കെതിരെ ഞാൻ സംസാരിക്കുന്നത് 2012 നമ്മുടെ ഡയറക്ടർ സിദ്ദിഖിക്ക കാരണമാണ്. സിദ്ദിഖിക്കയാണ് എന്നെ ഇതിലേക്ക് തള്ളിവിടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ മയക്കുമരുന്ന് ഉപയോഗവും ആ ഒരു പെൺകുട്ടി നശിച്ചു പോയത് അറിഞ്ഞ് അദ്ദേഹം എന്നെ അറിയിക്കുകയും ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുകയും അവസാനം സിദ്ദിഖിക്ക എടുത്ത് പറഞ്ഞു, ഇത് സിനിമ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത് കൂടുതലും. അങ്ങനെയാണ് സിദ്ദിഖിക്ക ഷോക്കാവുന്നത്. അന്ന് ഞാൻ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെയും ആക്ട്രസിൻ്റെയും പേരുകൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ പേരിൽ എനിക്ക് പോലീസ് കേസ് ഒരു 2 നടിമാർ ഇവിടെ കൊടുത്തു. അത് ഞാൻ പറഞ്ഞ കോടതിയിലേക്ക് അയക്കാൻ പറഞ്ഞു. അതവിടെ പോയി. അതിനുശേഷം ഇവിടെ കൊച്ചിയിൽ വെച്ചിട്ട് ഞാൻ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലാണ് 2016 മതസ്പർദ്ധ ആരോപിച്ച് എന്നെ പിടിച്ച് 59 ദിവസം ജയിലിലിടുന്നത്. ഈ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ, മയക്കുമരുന്ന് മാഫിയക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഈ വിവരം DGP അറിയിക്കാൻ വേണ്ടി, ബെഹ്റെ അറിയിക്കാൻ വേണ്ടി പോയപ്പോൾ 6 ദിവസം പിടിച്ചെന്നെ ജിഷ്ണു പ്രണോയരുടെ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് റോട്ടിൽ നിന്ന് നോക്കിയപ്പോൾ ഞാനും അതിലുണ്ടെന്ന് പറഞ്ഞ് പിടിച്ചകത്തിട്ടു. അന്ന് ഉമ്മൻചാണ്ടി അടക്കം എല്ലാവരും എന്നെ എന്തിനകത്തിട്ടോ എന്ന് ശബ്ദിച്ചപ്പോൾ പറഞ്ഞു, പോലീസ് പറഞ്ഞത് കേസിന് ബലം കിട്ടാൻ വേണ്ടിയാണ് തോക്കുസ്വാമിയെ പിടിച്ച് ഇതിനകത്തിട്ടേന്ന്. ഞാനപ്പോൾ ഇറങ്ങിയിട്ട് ചോദിച്ചു, തോക്കുസ്വാമി എന്താ വല്ല ശങ്കർ സിമെന്റോ ഫെവിക്കോളോ വല്ലതും ആണോ എന്ന് ചോദിച്ചു.